ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഈദ് ആശംസകൾ നേരുന്നു. ഇന്ന് നമുക്ക് ഈദ് സ്പെഷ്യൽ ഒരു മധുര വിഭവം കാണാം, ഫിർനി. റവ കൊണ്ടും അരി കൊണ്ടും നമുക്ക് ഫിർനി തയ്യാറാക്കാം. ഇന്ന് ഞാൻ കാണിക്കുന്നത് ബാസ്മതി അരി കൊണ്ടുള്ള ഫിർനിയാണ്. ഇത് കൊൽക്കത്തയിലെ മുഗ്ലായി റെസ്റ്റോറൻറ്റുകളിൽ കിട്ടുന്ന സ്പെഷ്യാലിറ്റി ഫിർനിയാണ്. ഇത് മൺപാത്രങ്ങൾ, അതായത് മട്കയിൽ വെച്ചിട്ട് കട്ടിയായിട്ട് സെറ്റ് ചെയ്തെടുക്കുന്ന ഒരു നല്ല ടേസ്റ്റുള്ള ഫിർനിയാണ്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഇന്നത്തെ ഫിർനിക്ക് ഉപയോഗിക്കുന്നത് ബാസ്മതി അരിയാണ്. നിങ്ങൾക്ക് ജീരകശാല അരിയും ഉപയോഗിക്കാം. അപ്പോൾ 3 ടേബിൾ സ്പൂൺ അരി നന്നായിട്ട് കഴുകി ഒരു അരിപ്പയിലോട്ട് എടുത്ത് വെക്കുക, വെള്ളം വാർന്നു പോകാനായിട്ട്. ഒരു 10-15 മിനിറ്റ് ആകുമ്പോൾ തന്നെ അരിയിലെ വെള്ളം മുഴുവൻ വാർന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അതൊരു മിക്സി ജാറിലോട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് പൊടിഞ്ഞു പോകാതെ തരിതരിപ്പായിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ നമ്മൾ പൊടിയരി കഞ്ഞിക്കൊക്കെ എടുക്കുന്നതിനേക്കാളും ഒരല്പം കൂടെ പൊടിഞ്ഞിട്ട് അതൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഈ ഫിർനിക്ക് ആവശ്യം പാലാണ്. 1 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 3 ടേബിൾ സ്പൂൺ അരിക്ക്, പിന്നെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര. അടിവശം കട്ടിയുള്ള നല്ലൊരു പാത്രം എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ 1 ലിറ്റർ പാൽ ചേർത്ത് കൊടുത്ത് അടുപ്പിലേക്ക് വയ്ക്കുക. അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന അരി, ബാസ്മതി അരി നമ്മൾ കഴുകിയിട്ട് ഒന്ന് പൊടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അത് അല്പാൽപമായിട്ട് ഈ പാൽ, ചൂടായിക്കൊണ്ടിരിക്കുന്ന പാലിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കുക. എല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കരുത്, അല്പാൽപമായിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. ഒരു പ്രാവശ്യം ചേർത്ത ശേഷം ഒന്ന് ഇളക്കുക, പിന്നെയും ചേർക്കുക. എല്ലാ അരിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഇത് മൂടി വെച്ച് ചെറിയ ഫ്ലെയിമിലൊന്ന് വേഗം വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് മറ്റു ചില കാര്യങ്ങൾ റെഡിയാക്കാം. അപ്പോൾ ഈ ഡിഷിലേക്ക് കുങ്കുമപ്പൂവ് മസ്റ്റായിട്ട് ചേർക്കേണ്ടതായിരുന്നു, പക്ഷേ എൻ്റെ കയ്യിൽ കുങ്കുമപ്പൂ ഇല്ല. അപ്പോൾ അതിൻ്റെ ഒരു കളറെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ യെല്ലോ ഫുഡ് കളർ ഒരല്പം പാലിൽ മിക്സ് ചെയ്ത് വെക്കുകയാണ്, വളരെ കുറച്ച്. പിന്നെ ബദാം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 10 മിനിറ്റിന് ശേഷം നമ്മുടെ പാൽ നന്നായിട്ട് തിളച്ച് അരി ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ പൊടിച്ച് ചേർത്ത ബാസ്മതി അരി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര ചേർക്കാം. 4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഒരല്പം കൂടുതൽ ചേർത്താലും തരക്കേടില്ല. അപ്പോൾ നമുക്ക് ഈ പഞ്ചസാര ചേർത്ത് ഒന്ന് ഇളക്കി വീണ്ടും ഒന്ന് തിളപ്പിക്കാം. ഇനി നമുക്കിതിലോട്ട് 1 നുള്ളി ഉപ്പ് ചേർത്ത് കൊടുക്കാം, നന്നായിട്ട് ഇളക്കാം. നമ്മൾ കളർ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാലും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കുങ്കുമപ്പൂ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും കുങ്കുമപ്പൂ ചേർത്ത് കൊടുക്കുക. ഒരു 3-4 സ്റ്റാൻഡ് എടുത്തിട്ട് ചെറു ചൂടുള്ള പാലിലിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഒരു 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഒരു ക്രീമി ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രമാണ്, നിർബന്ധമല്ല. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കുക. എടുത്തു വച്ചിരിക്കുന്ന ബദാം, ഏകദേശം ഒരു 10 ബദാം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചതാണ്, അത് ചേർത്ത് കൊടുക്കുക. ഇതും നിർബന്ധമല്ല, ഫിർനി പ്ലെയിനായിട്ടും നമ്മൾ കാണാറുണ്ട് പല സ്ഥലങ്ങളിലും. ഒരു എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടി ചേർത്തു എന്ന് മാത്രം. ഒരു 10-15 മിനിറ്റ് സമയം കഴിയുമ്പോൾ ഈ ഫിർനി ഇതുപോലെ കട്ടിയായിട്ട് വരും. അപ്പോൾ ഈ കൺസിസ്റ്റൻസിയാണ് നമുക്ക് ആവശ്യം. ഇതിലേക്ക് ഞാൻ ഒരു എക്സ്ട്രാ ക്രീമി ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ വെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പില്ലാത്ത ബട്ടറാണ്, അതും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. അങ്ങനെ നമ്മുടെ ഫിർനി കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസിയിലേക്ക് വന്നിട്ടുണ്ട്. ഇതുപോലെ എടുത്തൊഴിക്കുമ്പോൾ കട്ടിയായിട്ട് ഒഴുകുന്ന രീതിയിലായിരിക്കണം ഫിർനിയുടെ കൺസിസ്റ്റൻസി. സാധാരണ നമ്മൾ റവ കൊണ്ടുണ്ടാക്കുന്നത് കുറച്ചും കൂടി ലൂസായിരിക്കും, പക്ഷേ അരി കൊണ്ടുണ്ടാക്കുന്ന കൊൽക്കത്ത സ്പെഷ്യൽ ഫിർനി ഇതുപോലെ ഇരിക്കണം, കട്ടിയായിട്ട്.
നിങ്ങൾക്ക് ഇതുപോലെ കട്ടിയായിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പാല് ചേർത്ത് ഡൈല്യൂട്ട് ചെയ്യാവുന്നതാണ്, അത് പ്രശ്നമില്ല. അങ്ങനെ നമ്മുടെ ഫിർണി വളരെ നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട്. ഞാനിത് മൺപാത്രത്തിലാണ് വെച്ച് സെറ്റ് ചെയ്യാൻ പോകുന്നത്. മട്ക ഇല്ലെങ്കിൽ നിങ്ങൾ സാധാരണ നമ്മുടെ വീട്ടിലെ മൺപാത്രത്തിൽ വെച്ചിട്ടും സെറ്റ് ചെയ്യാം. ഇതുപോലെ മൺപാത്രങ്ങളിൽ ഒഴിച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലിരുന്ന് കഴിഞ്ഞാലേ അത് നന്നായിട്ട് സെറ്റായി കിട്ടുള്ളൂ. ഈ ഫിർണി തയ്യാറാക്കുന്ന സമയം മുഴുവൻ എൻ്റെ മനസ്സിൽ കൊൽക്കത്ത മെമ്മറീസ് ആയിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കൊൽക്കത്തയിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കൊൽക്കത്ത സിറ്റി എന്ന് പറയുന്നത് പഴമയുടെ ഭംഗി നിറഞ്ഞു നിൽക്കുന്ന ഒരു മനോഹരമായ സിറ്റിയാണ്, മനോഹരമായൊരു നഗരം. അവിടുത്തെ തിരക്കുകളും റിക്ഷ, ട്രാം, മെട്രോ, പിന്നെ ആൾക്കാരുടെ ഒരു തിരക്ക് പിടിച്ച ജീവിതശൈലിയും ഒക്കെ വളരെ പ്രത്യേകതയുള്ള കാര്യങ്ങളാണ്. പിന്നെ അതിനേക്കാളേറെ പ്രത്യേകതയുള്ളത് അവിടുത്തെ സ്വീറ്റ്സും ഫുഡുമാണ്, സ്ട്രീറ്റ് ഫുഡും. പിന്നെ ഈ പാല് കൊണ്ടും പനീർ കൊണ്ടും ഉണ്ടാക്കിയ പലതരം സ്വീറ്റ്സ്, രസഗുല്ല, രസ്മലായി, റാബ്ഡി, പറഞ്ഞു പോകാനാണെങ്കിൽ ലിസ്റ്റ് വളരെ വലുതാണ്. അപ്പോൾ അങ്ങനത്തെ സ്പെഷ്യൽ സ്വീറ്റ്സുകളിൽ ഒരെണ്ണമാണ് നമ്മുടെ ഫിർണിയും. അവിടുത്തെ മുഗളായി റെസ്റ്റോറൻറ്റുകളിൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. അപ്പോൾ അതാണ് ഈ ഫിർണി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഈ പെരുന്നാൾ മധുരം? നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ദയവായി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ മറക്കാതെ. മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു റെസിപ്പിയായിട്ട് കാണുന്നവരെ ബൈ.